ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്ന ഒരു സ്ട്രോബെറി തോട്ടത്തിലാണ്. അവിടെ ഒന്ന് സ്ട്രോബെറി പറിക്കുക, അതോടൊപ്പം സ്ട്രോബെറി തോട്ടം കാണുക എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം. ഇവിടെ എൻട്രി ഫീസ് മുതിർന്നവർക്ക് $10, കുട്ടികൾക്ക് $5. എൻട്രി ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു ചെറിയൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ തരും. അതിൽ നിറച്ചും ഏകദേശം 1/2 കിലോ കൊള്ളുന്നൊരു കണ്ടെയ്നറാണ്. പക്ഷേ അത് എന്തുമാത്രം കൊള്ളിക്കാവോ അത്രയും കൊള്ളിച്ച് നമുക്ക് സ്ട്രോബെറി പറിച്ചുകൊണ്ട് വരാം. അതോടൊപ്പം തന്നെ സ്ട്രോബെറി തോട്ടത്തിൽ വെച്ച് എന്തുമാത്രം വേണമെങ്കിലും നമുക്കത് കഴിക്കുകയും ചെയ്യാൻ സാധിക്കും. ഇവിടെ വെച്ചിരിക്കുന്നതൊക്കെ സ്ട്രോബെറി കൊണ്ടുണ്ടാക്കുന്ന വിവിധ പ്രൊഡക്റ്റുകളാണ് ഇവിടെയൊക്കെ കാണിച്ചിരിക്കുന്നത്. നമുക്കത് വില കൊടുത്ത് നമുക്ക് വാങ്ങാൻ സാധിക്കുന്നു. ഇവിടെ സ്ട്രോബെറി പിക്കിങ്ങിൻ്റെ സീസണൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ ധാരാളം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. അന്ന് പറിച്ചിട്ട് അവർ പോകുന്നു, പുതിയ ആൾക്കാർ വരുന്നു. അപ്പോൾ അവരോട് ഇപ്പോൾ തന്നെ ധാരാളം ആൾക്കാർ അവിടെ ഫാമിൽ തന്നെയാണെന്നുള്ളത്. വലിയൊരു ഫാമാണ്. ഞാൻ എൻ്റെ സ്ട്രോബെറിയൊക്കെ പറിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെയൊക്കെ ഞങ്ങൾ തുടക്കത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അന്നേരം അവിടെയൊക്കെ ആൾക്കാരൊക്കെ വന്ന് രാവിലെ പറിച്ചിട്ടൊക്കെ പോയ സ്ഥലങ്ങളൊക്കെയാണ്. കുറേ അകത്തോട്ട് പോയാലേ നല്ല ഒരുപാട് സ്ട്രോബെറികൾ കിട്ടത്തുള്ളൂ. അപ്പം മടിയും തിരക്കുമൊക്കെ കാരണമാണ് പെട്ടെന്ന് ഇവിടുന്ന് തന്നെ പറിക്കാൻ തുടങ്ങുന്നത്. കരിമ്പൻ തോട്ടത്തിലെത്തിയ ആനയോട് ഉപമിക്കാവുന്ന ഒരു രീതിയിലാണ് ഞങ്ങളിപ്പോൾ പറിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിലെ മനോഹരമായൊരു അനുഭവമാണിത്. ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സ്ട്രോബെറി തോട്ടം കാണുന്നതും അതിൽ നിന്നും ഇതേ രീതിയിൽ നമുക്ക് തന്നെ വന്ന് സ്ട്രോബെറി പറിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടുന്നതൊക്കെ ആദ്യമായിട്ടാണ്. ഞങ്ങൾ 4 പേരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം 2 കിലോയോളം സ്ട്രോബെറി പറിച്ചുകൊണ്ട് പോകാൻ സാധിക്കും. അപ്പോൾ അതിന് ഒരാൾക്ക് $10 എന്ന നിലയിൽ $40 ചിലവാകും. പക്ഷേ ഇത് പണത്തേക്കാൾ ഉപരി ഇതിനകത്ത് കിട്ടുന്ന ഒരു വലിയ സന്തോഷമുണ്ട്. അതാണ് ഏറ്റവും ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. അതുതന്നെയാണ് ഈ ഫാം ഉടമകൾക്ക് കിട്ടുന്ന ഒരു ലാഭവും അതുതന്നെയാണ്. ഇത് തിരഞ്ഞ് നടക്കുന്നത് നല്ല പഴുത്ത സ്ട്രോബെറി പറിക്കാനാണ്. അതിനാണ് കൂടുതലും മധുരമുള്ളത്. അതാണ് തപ്പി നടക്കുന്നത്. അപ്പോൾ നമുക്കാകെ 1/2 കിലോ പറിച്ചാൽ മതിയല്ലോ. അപ്പോൾ അത് ഏറ്റവും നല്ലതായിരിക്കണം പറിക്കുന്നതെന്നുള്ളതാണ് ശ്രദ്ധിക്കുന്നത്. ഞങ്ങളൊക്കെ ഇത് പറിക്കുന്ന കൂട്ടത്തിൽ കുറേയൊക്കെ കഴിക്കുന്നുമുണ്ട്. വളരെ നല്ല സ്വാദുണ്ട്, നല്ല മധുരമുള്ള സ്ട്രോബെറികൾ തന്നെയാണ്. പിന്നെ ഇവിടെ വലിയ രീതിയിലൊന്നും കീടനാശിനികൾ ഉപയോഗിക്കുന്നില്ലെന്നാണ് അറിയുന്നത്.
ഒട്ടും തന്നെ കീടനാശിനികൾ ഉപയോഗിക്കുന്നില്ലെന്നാണ് അറിയുന്നത്. കാരണം ഇത് പബ്ലിക്കിന് കയറി വരികയും കഴിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ടും പ്രത്യേകിച്ച് കുട്ടികളൊക്കെ വരുന്നതുകൊണ്ട് ഒട്ടും ആ രീതിയിൽ കീടനാശിനി പ്രയോഗങ്ങളൊന്നും ഇല്ല എന്നാണ് അറിയുന്നത്. ജെസ്സി വളരെ ശ്രദ്ധിച്ചാണ് ഓരോന്നും തിരഞ്ഞ് പറിക്കുന്നത്. ഇവിടൊന്നും നമ്മളെ ശ്രദ്ധിക്കുവാനോ നമ്മളെ മോണിറ്റർ ചെയ്യാനോ ഒന്നും ഇവിടുത്തെ ജോലിക്കാരോ അല്ലെ ഫാമിൻ്റെ ഉടമകളോ ഒന്നും ഇവിടെ കാണില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. അത് പൂർണ്ണമായിട്ടും നമ്മളെയൊക്കെ വിശ്വസിച്ചാണ് അവർ ഫാമിലേക്കൊക്കെ കയറ്റി വിടുന്നത്. ഇതിവർക്ക് വളരെ ലാഭകരമായൊരു പരിപാടി തന്നെയാണ്. കാരണം ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ആൾക്കാർ എത്തുന്നു. സന്തോഷകരമായ രീതിയിൽ അവർക്കൊക്കെ ഫാമിൽ സമയം ചിലവഴിക്കാനും ബെറിയൊക്കെ പക്ക് ചെയ്ത് കഴിക്കാനും ഒക്കെ സാധിക്കുന്നത് ഭയങ്കര ഒരു അലവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ലാഭകരമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. നാളെ ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഒരു ആപ്പിൾ തോട്ടത്തിലാണ്. അപ്പം ആപ്പിൾ തോട്ടത്തിൻ്റെയും വീഡിയോ ഒക്കെ എടുത്ത് പ്രേക്ഷകരെ കാണിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. സ്ട്രോബെറി തോട്ടത്തിലെ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ പുതിയ വീഡിയോകളുടെ അറിയിപ്പ് ലഭിക്കുവാനായിട്ട് ബെൽ ബട്ടൺ അമർത്തുവാൻ മറക്കരുത്. പുതിയ വീഡിയോകളുമായിട്ട് ഞങ്ങൾ വീണ്ടും എത്തുന്നു. നന്ദി.